മഹിളാ സമ്മേളനം നടക്കുന്ന തേക്കിൻകാട് മൈതാനിയിലേക്ക് എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയം മുൻപാണ് അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം തൃശൂരിലെത്തിയത്. കുട്ടനെല്ലൂർ ഹെലിപാഡിൽ എത്തിയ പ്രധാനമന്ത്രി ജില്ലാ ആശുപത്രി ജംഗ്ഷൻ വരെ റോഡ് മാർഗമാണ് സഞ്ചരിച്ചത്. പിന്നീട് സ്വരാജ് റൗണ്ട് മുതൽ നായ്ക്കനാൽ വരെ 1.5 കിലോമീറ്റർ റോഡ് ഷോയാണ് കണ്ടത്. വലിയ ആൾക്കൂട്ടമാണ് പ്രധാനമന്ത്രിയെ കാണാൻ റോഡിന്റെ ഇരുവശവും തടിച്ചുകൂടിയത്. തുറന്ന വാഹനത്തിൽ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ തേക്കിൻകാട് മൈതാനിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് 2 ലക്ഷത്തോളം വനിതകൾ പങ്കെടുക്കുന്ന മഹിളാ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ വേദിയിലേക്കാണ് പ്രധാനമന്ത്രി ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. BJPയെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ മുഖം മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളത്തിൽ ഒരിക്കൽ കൂടി രാഷ്ട്രീയ പരീക്ഷണത്തിനുള്ള ആദ്യ വേദിയാക്കുകയാണ് തൃശൂരിനെ. എ ക്ലാസ് മണ്ഡലമെന്ന് BJP സ്വയം കരുതുന്ന മണ്ഡലത്തിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രൂപത്തിൽ പ്രധാനമന്ത്രി തന്നെ രംഗത്തിറങ്ങിക്കൊണ്ടുള്ള പ്രചാരണത്തിന് തുടക്കമിടുന്നത്. അത് രാഷ്ട്രീയമായി ഫലം കാണുമോ എന്നറിയില്ല. കേരളത്തിൽ ഇതുവരെ പ്രധാനമന്ത്രി ഇത്തരം പ്രചണ്ഡമായ പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിലും വിജയത്തിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ആവർത്തനമാകുമോ അതോ അതിന്റെ തിരുത്തലാകുമോ നടക്കുക എന്നത് ഇനിയുള്ള നാളുകളിലാണ് ജനം വിധി എഴുതുന്നത്. എന്നാൽ ആ സസ്പെൻസിന്റെ തീവ്രത കൂട്ടിക്കൊണ്ട് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു കേരളത്തിൽ. അതുതന്നെ ക്ഷേത്ര നഗരി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തൃശൂർ നഗരത്തിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വിജയത്തിന്റെ ആത്മവിശ്വാസത്തോടെയാണ് പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുന്നത്. ആ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമവാക്യമായി BJP കണ്ടെത്തിയത് സ്ത്രീകളുടെ ശക്തി തന്നെയായിരുന്നു. സ്ത്രീ ശാക്തീകരണത്തിൽ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയതിനു ശേഷം BJP പയറ്റിയ തന്ത്രങ്ങൾ വോട്ട് എന്ന രൂപത്തിൽ ഫലം കാണുന്നതാണ് കണ്ടത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളായി തെരഞ്ഞെടുപ്പ് വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടിയത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമൊക്കെയുള്ള BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയമാണ്. കേരളത്തിലും അതുകൊണ്ട് ആ സ്വഭാവത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണത്തിനാണ് BJP തുടക്കം കുറിക്കുന്നത്. മഹിളാ സമ്മേളനം എന്ന പേരിൽ നരേന്ദ്രമോദി എത്തുന്ന ആദ്യത്തെ പരിപാടി ഈ രൂപത്തിൽ സംഘടിപ്പിക്കുന്നത് വിജയത്തിളക്കത്തിന്റെ പ്രഭ കേരളത്തിലേക്ക് കൂടെ എത്തുമോ എന്ന പരീക്ഷണത്തിന്റെ ഭാഗം കൂടിയാണ്. പ്രധാനമന്ത്രി ഇപ്പോൾ വനിതകളെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് തേക്കിൻകാട് മൈതാനിയിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യമാണ് കാണുന്നത്. തേക്കിൻകാട് മൈതാനിയിൽ ഈ മഹിളാ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നതിന്റെ പ്രത്യേകത ആ സദസ്സിലുടനീളം മഹിളകളുടെ മാത്രം പ്രാതിനിധ്യമാണ് എന്നതാണ്. പുരുഷന്മാർക്ക് അവിടെ പ്രവേശനമില്ല. അതുപോലെ തന്നെ വേദിയിലും പ്രമുഖരായ വനിതകളെയാണ് അണിനിരത്തിയിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിലും BJPയുടെ രാഷ്ട്രീയമുണ്ട്. പ്രധാനമന്ത്രി എന്തു പറയുമെന്നത് പ്രധാനമാണ്. രാഷ്ട്രീയ സൂചനകൾ അദ്ദേഹം തന്നെ കേരളത്തിൽ വഴിവെച്ചിരിക്കുന്ന വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് താൽക്കാലികമായ വിരാമമുണ്ടായെങ്കിലും ആ കാര്യത്തിൽ പ്രധാനമന്ത്രി എന്തു പറയുമെന്നതിലടക്കം സസ്പെൻസ് നിലനിൽക്കുകയാണ്. S. വിജയകുമാർ ചേരുന്നു തേക്കിൻകാട് മൈതാനിയിൽ നിന്ന്. വിജയകുമാർ, ഇനിയിപ്പോൾ എത്ര ചുവടാണ് പ്രധാനമന്ത്രിക്ക് ഈ വേദിയിലേക്ക്? വേണു, പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ഈ റോഡ് ഷോ അവസാനിപ്പിച്ച് വേദിയിലേക്ക് എത്തും. അതിനുശേഷം അവിടെയുള്ള വനിതാ പ്രവർത്തകരെ, അവിടെ ക്ഷണിക്കപ്പെട്ട വനിതകളെയൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നത് റോഡ് ഷോ തന്നെ. പ്രവർത്തകരുടെ പങ്കാളിത്തം ആ റോഡ് ഷോയിൽ ഉണ്ടായിരുന്നു. വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകർ ഉച്ചതൊട്ട് പ്രധാനമന്ത്രിയെ കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം അവരെ അഭിവാദ്യം ചെയ്ത് കടന്നു പോവുകയും ചെയ്തു. നേരത്തെ വേണു സൂചിപ്പിച്ചതുപോലെ വലിയ പ്രചണ്ഡമായ പ്രചാരണ പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനു മുമ്പും കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. നമ്മൾക്കറിയാം, കൊച്ചിയിൽ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇതുവരെ അത് എത്തിയിരുന്നില്ല. ഇത്തവണ അതിനെന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നത് ഒരു രാഷ്ട്രീയ ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ച് തൃശൂർ, തിരുവനന്തപുരം വിജയസാധ്യതയുമായി തൃശൂരിനെ BJP നേതാക്കൾ കാണുന്നുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് ഏതാണ്ട് 3 ലക്ഷത്തിലധികം വോട്ട് സമാഹരിക്കാൻ സുരേഷ് ഗോപിക്ക് 2019 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് സമാനമായ, അതിനേക്കാൾ മെച്ചപ്പെട്ട രാഷ്ട്രീയ സാഹചര്യമെന്ന് BJP കരുതുന്ന ഒരു പശ്ചാത്തലത്തിൽ കുറെ കൂടി വിപുലമായ പ്രചാരണങ്ങളൊക്കെ സംഘടിപ്പിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രവർത്തനമൊക്കെ കാഴ്ചവെച്ച് പാർലമെന്റിലേക്ക്
സുരേഷ് ഗോപി എത്തിക്കാൻ കഴിയുമോ എന്ന വലിയ രാഷ്ട്രീയ ചോദ്യത്തിനാണ് ഇവിടെ പ്രധാനമന്ത്രി കൂടി നേരിട്ട് പ്രചാരണത്തിനിറങ്ങി അതിന് ആക്കം കൂട്ടിയിരിക്കുന്നത്. BJP-യുടെ കേന്ദ്ര നേതൃത്വം നേരിട്ട് പ്രചാരണ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശൂർ എന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഇവിടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും അത് ഏറെക്കുറെ അങ്ങനെ തന്നെ എന്നതാണ് BJP നേതാക്കളൊക്കെ വിലയിരുത്തുന്നത്. BJP-യുടെ പാർലമെന്ററി ബോർഡാണ് അതിന്റെ ശരി, വിജയകുമാറിലേക്ക് വരാം. ശബ്ദത്തിൽ ചെറിയ പ്രശ്നങ്ങൾ